ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 9. മച്ചിത്താമദ്ഗതപ്രാണാ ബോധയന്തഃ പരസ്പരം ഖദയന്തശ്ച മാം നിത്യം തുഷ്യന്തി ചരമന്തി ച. വിവർത്തനം. എൻ്റെ ശുദ്ധഭക്തന്മാരുടെ ചിന്ത എന്നിൽ കുടികൊള്ളുന്നു. അവരുടെ ജീവിതം തികച്ചും എൻ്റെ സേവനത്തിനായി സമർപ്പിതമായിരിക്കും. എന്നെക്കുറിച്ചുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് പരസ്പരം ബോധദീപ്തരാവുക വഴി അവർ സംതൃപ്തിയും ആനന്ദവും അനുഭവിക്കുന്നു. ഭാവാർത്ഥം. ഇവിടെ വിവരിച്ചിട്ടുള്ള സ്വഭാവത്തോടു കൂടിയ ശുദ്ധഭക്തന്മാർ ഇന്ദ്രിയാതീതമായ പ്രേമത്തോടു കൂടിയ ഭഗവത് സേവനത്തിൽ തികച്ചും വ്യാപൃതരായിരിക്കും. അവരുടെ മനസ്സുകളെ കൃഷ്ണൻ്റെ ചരണകമലങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവരുടെ സംഭാഷണം ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും. ശുദ്ധഭക്തന്മാരുടെ ലക്ഷണങ്ങൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് വിവരിച്ചിട്ടുണ്ട്. കൃഷ്ണഭക്തന്മാർ ദിവസേന 24 മണിക്കൂറും ഭഗവാന്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ ജീവനും മനസ്സും സദാ കൃഷ്ണനിൽ മുഴുകിക്കിടക്കുകയാണ്. മറ്റു ഭക്തന്മാരുമായി ഭഗവാനെപ്പറ്റി ചർച്ച ചെയ്യുന്നതിൽ അവർ ആനന്ദം കണ്ടെത്തുന്നു. ഭക്തിയുത സേവനത്തിൻ്റെ പ്രഥമ ഘട്ടത്തിൽ അതിൽ നിന്ന് ലഭ്യമായ ദിവ്യമായ ആനന്ദത്തെ അവർ ആസ്വദിക്കുന്നു. പരിപക്വാവസ്ഥയിൽ അവർ ഭഗവത് പ്രേമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ അതീന്ദ്രിയാവസ്ഥയിലെത്തിയവർക്ക് സ്വധാമസ്ഥനായ ഭഗവാന്റെ നിതാന്ത പൂർണ്ണത അനുഭവവേദ്യമാകും. ആധ്യാത്മിക ഭക്തിയുത സേവനത്തെ ജീവാത്മാവിൻ്റെ ഹൃദയത്തിൽ ചെയ്യുന്ന ഒരു ബീജാവാപത്തോടാണ് ചൈതന്യ മഹാപ്രഭു ഉപമിക്കുന്നത്. ഈ വിശ്വത്തിലെ ഗ്രഹയൂഥങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവസത്തകൾക്ക് എണ്ണമില്ല. അവരിൽ നന്നേ കുറച്ചു പേർക്കേ ഒരു ശുദ്ധഭക്തനെ കണ്ടുമുട്ടാനും അങ്ങനെ ഭക്തിയുത സേവനത്തെക്കുറിച്ചറിയാനും ഭാഗ്യമുണ്ടാകാറുള്ളൂ. ഒരു വിത്ത് പോലെയാണ് ഈ ഭക്തിയുത സേവനം. ജീവസത്തയുടെ ഹൃദയത്തിൽ ഈ ബീജം നട്ടുകഴിഞ്ഞ ശേഷം ആ ജീവാത്മാവ് ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രോച്ചാരണം ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടിരുന്നാൽ ആ വിത്ത് മുളച്ചു വരും. ഒരു വിത്ത് പതിവായി നനച്ചുകൊണ്ടിരുന്നാൽ എന്നതുപോലെ ഭക്തിയുത സേവനത്തിൻ്റെ ആധ്യാത്മികമായ ചെടിയും ക്രമേണ വളർന്ന് ഭൗതിക ലോകത്തിൻ്റെ തോട് തുളച്ച് പരവ്യോമത്തിലെ ബ്രഹ്മജ്യോതിസോളമെത്തും. ആ പരവ്യോമത്തിലും അത് വളർന്ന് ഗോലോക വൃന്ദാവനമെന്ന പേരുള്ള കൃഷ്ണൻ്റെ സർവോത്കൃഷ്ട ലോകത്തോളം ഉയരുന്നു. അവസാനം അത് കൃഷ്ണൻ്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ച് വിശ്രമിക്കുകയും ചെയ്യുന്നു. ഈ വിധത്തിൽ ഒരു വൃക്ഷത്തിന് ക്രമേണ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെ ഭക്തിയുത സേവനമാകുന്ന ലതയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു. അപ്പോഴും ശ്രവണ കീർത്തനങ്ങളാലുള്ള ജലസേചനം തുടർന്ന് പോരണം. ചൈതന്യ ചരിതാമൃതത്തിൽ ഈ ലതയെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. മധ്യലീല അധ്യായം 19. ഭക്തിയുത സേവനമാകുന്ന ഈ ലത ഭഗവത് ചരണങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഭക്തൻ ഭഗവത് പ്രേമത്തിൽ ലയിക്കുമെന്നും പിന്നീട് അയാൾക്ക് മത്സ്യത്തിന് വെള്ളം കൂടാതെ ജീവിക്കാൻ കഴിയാത്തതുപോലെ ഭഗവത് സന്നിധിയിൽ നിന്നകന്ന് ജീവിക്കാനാവില്ലെന്നുമാണ് അതിൽ പറയുന്നത്. ഈ നിലയിൽ ഭക്തന് പരമപ്രഭുവുമായുള്ള സമ്പർക്കത്താൽ ആധ്യാത്മിക ഗുണവിശേഷങ്ങളെല്ലാം കൈവരുന്നു. ഭാഗവതം മുഴുവനും ഭഗവാനും ഭക്തന്മാരും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവരണങ്ങളാണ്. അതിനാൽ തന്നെ ശ്രീമദ് ഭാഗവതം ഭക്തന്മാർക്ക് എത്രയും പ്രിയങ്കരമാണ്. ഇത് ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 12, 13, 18 ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം. ഭൗതിക കർമ്മങ്ങളെക്കുറിച്ചോ സാമ്പത്തികോന്നതിയെക്കുറിച്ചോ ഇന്ദ്രിയ സുഖാനുഭോഗങ്ങളെക്കുറിച്ചോ മുക്തിയെ പറ്റിത്തന്നെയോ ധർമ്മം അർത്ഥം കാമം മോക്ഷം അല്ല ഇതിൽ പ്രതിപാദിക്കുന്നത്. ഭഗവാന്റെയും ഭക്തന്മാരുടെയും ആധ്യാത്മിക സ്വഭാവത്തെ പൂർണ്ണമായി വിശദീകരിക്കുന്ന ഒരൊറ്റ ഗ്രന്ഥമേയുള്ളൂ, ശ്രീമദ് ഭാഗവതം.
അതുകൊണ്ട് കൃഷ്ണാവബോധത്താൽ ഭഗവത് സാക്ഷാത്കാരം നേടിയവർ അത്തരം ഉത്കൃഷ്ട ഗ്രന്ഥത്തിൻ്റെ ശ്രവണത്തിൽ ആനന്ദം കൊള്ളുന്നു. യുവമിഥുനങ്ങൾക്ക് അന്യോന്യ സമ്പർക്കത്തിൽ അനുഭൂതമാകാറുള്ളതുപോലെ ഒരാനന്ദം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.